Hello everyone, welcome back to our class. We are diving deeper into the world of articles, building on our previous session on zero articles. Today we are exploring more rules and exceptions to master our English grammar skills. Are you ready? Let's get started. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. സീറോ ആർട്ടിക്കിളിനെ കുറിച്ചുള്ള മുൻ സെഷനെ അടിസ്ഥാനമാക്കി ആർട്ടിക്കിളിൻ്റെ ലോകത്തേക്ക് കൂടുതൽ ആഴത്തിൽ ഇറങ്ങുകയാണ്. കൂടുതൽ നിയമങ്ങളും ഒഴിവാക്കലുകളും പര്യവേഷണം ചെയ്ത് ഇംഗ്ലീഷ് വ്യാകരണം വൈദഗ്ധ്യം നേടുന്നതിന് ശ്രമിക്കാം. നിങ്ങൾ തയ്യാറാണോ? നമുക്ക് ആരംഭിക്കാം. I forgot to mention a rule in session 14. Let me state it here. Before certain countries whose names include words like United, Republic, Kingdom, or State, we use the definite article the. We also use the before plural names or island nations. സെഷൻ 14 ഒരു നിയമം പരാമർശിക്കാൻ ഞാൻ മറന്നുപോയി. അതിവിടെ പ്രസ്താവിക്കട്ടെ. റിപ്പബ്ലിക്, കിങ്ഡം, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പോലുള്ള വാക്കുകൾ ഉൾപ്പെടുന്ന ചില രാജ്യങ്ങൾക്ക് മുമ്പ് നാം ഡെഫിനിറ്റ് ആർട്ടിക്കിളായ ദ ഉപയോഗിക്കുന്നു. മാത്രമല്ല ബഹുവചന നാമങ്ങളായ രാജ്യങ്ങൾക്കും ദ്വീപ് രാഷ്ട്രങ്ങൾക്കും മുമ്പ് ദ ഉപയോഗിക്കാറുണ്ട്. എക്സാമ്പിൾ, ദ യുണൈറ്റഡ് കിങ്ഡം, ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, the Kingdom of Denmark, the Republic of Ireland, the Philippines, the Netherlands, the Maldives, the Bahamas, etc. However, we use the zero article before most country names such as India, China, Brazil, Japan, etc. ഇന്ത്യ, ചൈന, ബ്രസീൽ, ജപ്പാൻ തുടങ്ങിയ മിക്ക രാജ്യനാമങ്ങൾക്കും മുമ്പ് നാം സീറോ ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ, ഇന്ത്യ ഈസ് എ വാസ്റ്റ് കൺട്രി. ഹി ലിവ്സ് ഇൻ ഫ്രാൻസ്. മെക്സിക്കോ ഈസ് നോൺ ഫോർ ഇറ്റ്സ് കൾച്ചറൽ ഹെറിറ്റേജ്. Brazil is the largest country in both South America and the Latin American region. Rule number 7. Zero articles with languages. Articles are not used before the names of languages and subjects when referring to them in a general sense. ഒരു ഭാഷയെയോ ഒരു വിഷയത്തെയോ പൊതുവായി പരാമർശിക്കപ്പെടുമ്പോൾ അതിൻ്റെ പേരിന് മുൻപ് ആർട്ടിക്കിൾസ് ഉപയോഗിക്കാറില്ല. Spanish is spoken in Spain. She studies biology. Malayalam is very difficult to learn for foreigners. I'd like to speak Hindi. Rule number 8. Zero articles with sports. It is not recommended to use an article before the names of sports and games. സ്പോർട്സ്, ഗെയിംസ് എന്നിവയുടെ പേരുകൾക്ക് മുമ്പ് ആർട്ടിക്കിൾസ് ഉപയോഗിക്കാറില്ല. എക്സാമ്പിൾ, ഐ ലൈക്ക് ക്രിക്കറ്റ്. ഷീ ഈസ് ലേണിംഗ് ടു പ്ലേ ടെന്നീസ്. ഐ സ്വിം എവറി ഡേ. ടോം ലൈക്സ് ടു പ്ലേ ഫുട്ബോൾ. റൂൾ നമ്പർ 9. We use the zero article with most general names of diseases like diabetes, cancer or influenza. പ്രമേഹം, ക്യാൻസർ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ പോലുള്ള മിക്ക രോഗങ്ങളുടെയും പൊതുവായ പേരുകൾ പറയുമ്പോൾ സീറോ ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നു. She has diabetes. He is suffering from malaria.
AIDS is a global issue, etc. Rule number 10. Zero articles are used with the names of festivals like Diwali, Christmas, Eid, etc. when referring to the festival itself. ദീപാവലി, ക്രിസ്മസ്, ഈദ് തുടങ്ങിയ ഉത്സവങ്ങളുടെ പേരുകളിൽ ഉത്സവത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ സീറോ ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നു. ക്രിസ്മസ് ഈസ് എ ടൈം ഫോർ ലവ്, ഗിവിംഗ് ആൻഡ് സെലിബ്രേഷൻ വിത്ത് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. Eid is a time for family gatherings. Diwali is the festival of lights, filling homes with joy. I hope we have almost completed this topic on zero articles. So I want to finish this class here. Until we meet for the next topic, goodbye, take care. ഈ സീറോ ആർട്ടിക്കിൾ ഏതാണ്ട് പൂർത്തിയാക്കിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനാൽ ഈ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. അടുത്ത ഒരു ടോപ്പിക്കുമായി വരുന്നത് വരെ ഗുഡ് ബൈ, ടേക്ക് കെയർ.